ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുകയാണ്. ഈ അവസരത്തിൽ രാജ്യത്തിനൊപ്പം ഇന്ത്യ ഒന്നടങ്കമുള്ള രാജ്യസ്നേഹികൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒന്നുണ്ട്. ഇസ്രായേൽ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങളും ഞങ്ങളും ഒന്നാണ്. ആ ഐക്യം ഇന്ന് രാജ്യതലവന്മാർ തമ്മിലുള്ള അകമഴിഞ്ഞ നയതന്ത്ര വിജയത്തിനും കാരണമായി. ഇസ്രയേലിന്റെ അഭിമാനമായ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനവും മറ്റ് അത്യാധുനിക ഹാർഡ്വെയറുകളും ഇന്ത്യയുമായി പങ്കുവയ്ക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. സാങ്കേതിക വിദ്യ കൈമാറുന്നതിനൊപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ലോകമെമ്പാടും ജൂതരെ വെറുത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്രായേലി ജൂതന്മാർക്ക് ഇന്ത്യ അഭയം നൽകി. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മറന്നു പോകേണ്ട ഒന്നല്ല. ബാബിലോണിയക്കാരും റൊമാൻ ചക്രവർത്തിമാരും ഇസ്രായേൽ ജൂതന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കി പീഡിപ്പിച്ചപ്പോൾ BC 722 ആശ്രിയക്കാരും BC 586 ബാബിലോണിയക്കാരും AD 70 റോമക്കാരും ജെറുസലേമിൽ പടയോട്ടം നടത്തി ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഓരോ ഘട്ടങ്ങളിലും പലായനം ചെയ്തു. അങ്ങനെയുണ്ടായതാണ് കൊച്ചി ജൂതന്മാർ. ബനെ ഇസ്രായേൽ, ബാഗ്ദാദി ജൂതന്മാർ എന്നിവർ ഇന്ത്യയിൽ കുടിയേറിയതും അവിടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങളോ എതിർപ്പുകളോ നേരിടേണ്ടി വന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി വേറൊന്ന് ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നത്, സ്വന്തം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരല്ല ജൂതന്മാർ. സ്വന്തം മതത്തിന്റെ സംസ്കാരവും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരാണ്.